ഹായ് എവരി വൺ, നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. പ്രീ സോക്ക് ചെയ്തിട്ടുള്ള കടലയാണ് എടുത്തിരിക്കുന്നത്. അതൊരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് കറുവപ്പട്ടയും ഏലക്കയും കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഉപ്പൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് സെയിം ടൈം അരിപ്പൊടി എടുക്കുക, വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് അച്ചിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇടിയപ്പം സോഫ്റ്റ് ആകാനായിട്ട് ചൂടുവെള്ളത്തിനകത്ത് കുഴയ്ക്കുക. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നു, നല്ലതാണ്. കടല ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തതിന് ശേഷം നമുക്കൊരു പൊട്ടറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം, ഒരു ചില്ലി കട്ട് ചെയ്തതും ഇടാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ടർമറിക് പൗഡറും സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് 1-2 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇനി അടുത്തത് നമുക്ക് കടലയുടെ ഗ്രേവിക്കായിട്ട് സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അത് എണ്ണയ്ക്കകത്തിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലാസ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുകൂടാതെ തന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്തത്. ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ആ മിൽക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമുക്ക് കഴിക്കാൻ നേരമായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമായിരുന്നു ഇന്ന് എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചെറിയൊരു സാലഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട.